അശ്വതി, നമുക്ക് തലസ്ഥാനത്തു നിന്ന് ഇനി നമുക്ക് വാണിജ്യ തലസ്ഥാനമായ കൊച്ചിയിലേക്കൊന്ന് പോകാം. വളരെ ഗൗരവമുള്ളൊരു ഡെവലപ്മെന്റ് അവിടുന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മോഡലിംഗിന്റെ മറവിൽ സെക്സ് റാക്കറ്റ് കേസിൽ മുഖ്യപ്രതി സിന്ധുവിന്റെ പോലീസ് ഗുണ്ടാ ബന്ധങ്ങളിലേക്ക് അന്വേഷണം. സിന്ധുവിന് സംരക്ഷണം ഒരുക്കിയിരുന്നവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഉന്നത ബന്ധങ്ങൾ വ്യക്തമാക്കുന്ന സിന്ധുവിന്റെ ശബ്ദ സന്ദേശം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കേസിൽ സിന്ധുവിനെയും ബിലാലിനെയും ചോദ്യം ചെയ്യാൻ ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുന്നത്. രേഷ്മ, ഈ കേസിൽ വലിയ അപ്ഡേഷനുകൾ വരികയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ഈ ശബ്ദ സന്ദേശം പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അപ്പോൾ ഇവരുടെ ഉന്നത ബന്ധങ്ങൾ എന്താണ് എന്നത് ആ ഓഡിയോയിലൂടെ തന്നെ വ്യക്തമായിരുന്നു. അപ്പോൾ അത് കേന്ദ്രീകരിച്ചുകൊണ്ടാണോ ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് നീങ്ങുന്നത്? അതെ ഗൗതം, അശ്വതി, അതായത് ഈ ഔറംഗസേബ് എന്ന് പറയുന്ന ഗുണ്ടാ സംഘത്തലവനുമായിട്ട് സിന്ധുവിന് ബന്ധമുണ്ടെന്നുള്ള കാര്യത്തിൽ നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് സൂചനകൾ ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായിട്ട് അന്വേഷണം നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം സിന്ധുവിൻ്റേതെന്ന് കരുതപ്പെടുന്ന ഒരു ശബ്ദരേഖ പുറത്തു വന്നത്. അതിൽ കൃത്യമായിട്ട് സിന്ധുവിന് ആരൊക്കെ തമ്മിലാണ് ബന്ധമുള്ളത്, ഉന്നത ബന്ധങ്ങൾ അവർക്കുണ്ട് എന്ന തരത്തിൽ വ്യക്തത വരികയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സിന്ധുവിനെയും ബിലാലിനെയും കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് അന്വേഷണ സംഘം വിധേയമാക്കും. അതിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളും തെളിവുകളും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിന് ഉള്ളത്. സിന്ധു പറയുന്നത് ഗുണ്ടാ സംഘത്തലവനായിട്ടുള്ള ഔറംഗസേബിന്റെ നിർദ്ദേശാനുസരണമാണ് ഈ യുവതികളെ ഭീഷണിപ്പെടുത്തിയത്, ഉപദ്രവിച്ചത് എന്നുള്ള തരത്തിലാണ്. അതുമാത്രവുമല്ല, തനിക്ക് പോലീസിന്റെയും ക്രിമിനൽ സംഘങ്ങളുടെ ഇടയിലും വലിയ രീതിയിലുള്ള ബന്ധമുണ്ട്, സിനിമാ ഇടങ്ങളിലും അതായത് സിനിമാ മേഖലയിലും തനിക്ക് ബന്ധങ്ങളുണ്ട്. ഇതൊക്കെ അറിയാതെയാണ് തനിക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ തുടരുന്നതെന്നാണ് സിന്ധു ഈ ശബ്ദരേഖയിൽ അടക്കം പറയുന്നത്. എന്തായാലും ഉന്നതന്മാരുമായിട്ട് ഈ പറയുന്ന സെക്സ് റാക്കറ്റിലുള്ള കണ്ണികൾക്ക് അല്ലെങ്കിൽ അതിന്റെ മുഖ്യ ആസൂത്രകർക്ക് ബന്ധമുണ്ടെന്ന തരത്തിൽ നേരത്തെ വാർത്തകൾ പ്രചരിച്ചിരുന്നതാണ്. മറ്റൊന്ന്, ഈ ബിലാൽ എന്ന് പറയുന്നത് നേരത്തെ മാവേലിക്കരയിൽ നിന്നും പിടികൂടിയ ശ്രീകുമാർ എന്ന പേരുള്ള അല്ലെങ്കിൽ ബിലാൽ എന്നറിയപ്പെടുന്ന ശ്രീകുമാറിനെയായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തത്. ആ ബിലാല് മുഖ്യ ആസൂത്രകനെന്നാണ് പോലീസ് കരുതുന്നത്. ബിലാലിനെ കേന്ദ്രീകരിച്ച്, അതായത് ബിലാൽ എന്ന് പറയുന്നത് ഈ യുവതികളെ സെക്സ് റാക്കറ്റിന് സപ്ലൈ ചെയ്യുന്ന വ്യക്തിയാണ്. ഒരു യുവതിയെ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു യുവതിയുമായി ബന്ധപ്പെട്ടുള്ള ഡീല് നടക്കുന്ന സമയത്ത് ഏകദേശം 50,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയാണ് ബിലാലിന് ലഭിക്കുന്നത്. ഈ പെൺകുട്ടികളുടെ ഒക്കെ തന്നെ വീട്ടിലെത്തി ഈ മോഡലിംഗുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഇവന്റുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നതും ബിലാലാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്തായാലും സിന്ധുവിന്റെ ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ വ്യാപകമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബിലാലിനെയും സിന്ധുവിനെയും കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയരാക്കും. ഇനി പിടികൂടാനായിട്ടുള്ളത് ഷംല റഹ്മത്ത് എന്നീ 2 പേരെയാണ്. ഇവർ വിദേശത്താണുള്ളത്. ഇവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഈ ഷംലിയ റഹ്മത്തും കൂടുതലായിട്ട് ഈ യുവതികളെ ഉപദ്രവിച്ചു എന്നുള്ള കണ്ടെത്തൽ നേരത്തെ പോലീസ് നടത്തിയിരുന്നു. എന്തായാലും നിലവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് വിശദമായിട്ടും കടക്കുന്നത്. ഗൗതം, അത് തന്നെയാണ്. എന്തായാലും ഈ സിന്ധു എന്ന് പറയുന്നത് ഒരു ചെറിയ മീനാണ്. ഈ ഉന്നത ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ വലിയ മീനുകൾ എപ്പോഴും സുരക്ഷിതരാണ്. അത് കരക്കടിയുമോ എന്നൊക്കെയാണ് കണ്ടറിയേണ്ടത്. എന്തായാലും വിശദമായ അങ്ങനെയാണല്ലോ പലപ്പോഴും വലിയ മീനുകൾ പലരും കരക്കടിയത്തില്ല. ചെറു മീനുകളെയൊക്കെ വെച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം എല്ലാ കാലത്തും നടക്കുന്നതാണ് ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നും. രേഷ്മ ബാബുവാണ് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ചേർന്നത്.